ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ അവസാനത്തെ പാഠമായിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. ഒരു സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, അതായത് സെറ്റിൻ്റെയും പെർമ്യൂട്ടേഷൻ്റെയും ഒക്കെ മിക്സ് ചെയ്ത് ആ കൺസെപ്റ്റ്സും ഇവിടെ വരുന്നുണ്ട്. ആ ഒരു പ്രത്യേകത ഈ ചാപ്റ്ററിനുണ്ട്. പബ്ലിക് എക്സാമിന് 4 അല്ലെങ്കിൽ 5 മാർക്കിനടുത്തൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ സുഖമായിട്ട് ഇവിടെ നിന്ന് വരുന്ന മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ്. ഓക്കെ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിലുണ്ട് എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന്. റാൻഡമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റ്, അതായത് ഒരു ഡൈസ് എറിയുന്നു, കോയിൻ ടോസ് ചെയ്യുന്നു, ഒക്കെ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഈ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് നടത്തുമ്പോൾ നമുക്ക് പല റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാനൊരു കോയിൻ ടോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു കോയിൻ ആണെങ്കിൽ എനിക്കൊരു ഹെഡും കിട്ടും ടെയിലും കിട്ടും. അപ്പം ഞാൻ ഇതിന് ഹെഡ് ടെയിൽ എന്നൊരു കേർലി ബ്രാക്കറ്റിൽ ഇട്ട് ഒരു സെറ്റ് പോലെ എഴുതി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സാമ്പിൾ സ്പേസ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കേർലി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് സെറ്റ് പോലെ നൊട്ടേഷൻ ചെയ്യുന്നു. അതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. 2 കോയിൻ ആണെങ്കിലോ നമുക്ക് 4 കേസസ് കിട്ടും. ഹെഡ് വരാം, ഹെഡ് ടെയില് വരാം, ടെയില് വരാം, ടെയില് ഹെഡ് വരാം. ഓക്കെ, ഇതാണ് 2 കോയിൻ വരുമ്പോഴുള്ള സാമ്പിൾ സ്പേസ്. 3 കോയിൻ ആകുമ്പോൾ 3H, 2H 1T, 1H 2T, 1H TH, ട്രിപ്പിൾ T, ഡബിൾ TH, THH, THT. ഇങ്ങനെ 8 കേസുകളാണ് വരുന്നത്. ഓക്കെ, ഇതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 എണ്ണം, 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 4 എണ്ണം, 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 8 എണ്ണം. അതായത് 2ന്റെ പവേഴ്സാണ്. ഒരു കോയിനിൻ്റെ 2 സൈഡാണ്. അതിൻ്റെ പവേഴ്സ് എടുക്കുമ്പോൾ നമ്പർ, അതായത് ഇപ്പോൾ 2 ഫേസസ് ഉള്ള ഒരു കോയിൻ എടുത്തു, 5 തവണ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം കിട്ടുന്നതാണ്? 2/5. ഓക്കെ, അപ്പോൾ 2n ഔട്ട്കംസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡൈസിന്റെ കേസ്, ഇതിപ്പോൾ കോയിന്റെ കേസ്. ഇനി ഡൈസിന്റെ കേസ് നോക്കാം. ഡൈസിന്റെ സാമ്പിൾ സ്പേസ് സിമ്പിൾ ആണ്. എന്തൊക്കെ കിട്ടും? 1 2 3 4 5 6. അതാണ് സിമ്പിൾ ഡൈസ് എറിയുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ്. 2 ഡൈസ് എറിയുമ്പോൾ നമുക്ക് 36 ഔട്ട്കംസ് കിട്ടുന്നുണ്ട്. 6 × 6. ഒരു ഡൈസ് എറിയുമ്പോൾ 6 എണ്ണം, 2 ഡൈസ് എറിയുമ്പോൾ 6 സ്ക്വയർ. ഓക്കെ, ഇവിടെ 6/1, 2 എണ്ണം എറിയുമ്പോൾ 6/2. അപ്പം n ഡൈസസ് എറിയുമ്പോൾ 6/n ഔട്ട്കംസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടുത്തെ ഞാൻ ജസ്റ്റ് കുറച്ച് എഴുതി കാണിക്കുന്നുള്ളൂ, എല്ലാം എഴുതി കാണിക്കുന്നില്ല. സിമ്പിളാണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1 1 1 2 1 3 അങ്ങനെ പോയി 1 6 വരെ. പിന്നെ 2 1 2 2 2 3 2 6 വരെ, 3 1 2 3 6 4 1 2 4 6 5 1 2 5 6 6 1 6 5 ഇവിടെ എക്സെട്ര കുറേ ഉണ്ട് കേട്ടോ. 36 എണ്ണം ടോട്ടൽ വരും. സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയർ 6 5 6 6 അങ്ങനെ 36 പേഴ്സ് ആണ് 2 ഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഇത് കിട്ടി, നമുക്ക് ഇത്രയും സാമ്പിൾ സ്പേസസ് കിട്ടി. ഞാൻ ഇതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ കേസ് എടുത്ത്, അതായത് 2 കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ഞാൻ എടുത്തു, HH TT. ഓക്കെ, ഇതെന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന് ഒരു സബ്സെറ്റ് ആണ്, ഒരു കുഞ്ഞ് സെറ്റാണ്. ഈ കുഞ്ഞ് സെറ്റിന് പറയുന്ന പേരാണ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവന്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. സാമ്പിൾ സ്പേസിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ നമ്മൾ എടുത്തു സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എഴുതുന്നതിനാണ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈസിലാണെങ്കിൽ 1 2 എന്നൊക്കെ പറയുന്നത് വലിയ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇവന്റ് ആണ്. വലിയ ഏതൊരു സാമ്പിൾ സ്പേസിന്റെയും സബ്സെറ്റിനെ നമുക്ക് എന്ത് പറയും? ഇവന്റ് എന്ന് പറയാം. ഇനി ഇവന്റ് പലതരത്തിലുണ്ട്. അതായത് ഇമ്പോസിബിൾ ഇവന്റ്, അതായത് ഒരിക്കലും നടക്കാത്ത ഇവന്റ്. ഓക്കെ, അതിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഷുവർ ഇവന്റ്, ഉറപ്പായും നടക്കുന്ന ഇവന്റ്, അതിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. സിമ്പിൾ ഇവന്റ്, ഓക്കെ, അതായത് അതിൽ ഒരു എലമെന്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ സാമ്പിൾ സ്പേസിലെ ഒരു ടേമിന് പറയുന്നവരാണ് സാമ്പിൾ പോയിന്റ്. ഓക്കെ, നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതാം. ഇവന്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ് എന്തിൻ്റെ? സാമ്പിൾ സ്പേസിൻ്റെ. ഇനി ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഇവൻ്റാണ് ഇമ്പോസിബിൾ ഇവന്റ്. ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കുന്ന ഒരു ഇവൻ്റാണ് ഷുവർ ഇവന്റ്. സിമ്പിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ്, ഒരു സാമ്പിൾ പോയിന്റ് ഉള്ള ഇവൻ്റാണ് സിമ്പിൾ ഇവന്റ്. കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ കോമ്പൗണ്ട്, ഒന്നിലേറെ ഉണ്ട്. ഓക്കെ, കോമ്പൗണ്ട് ഇവന്റ്, അതായത് HH TT, അത് 2 സാമ്പിൾ പോയിന്റ് ഉണ്ട്. സോ ഇറ്റ്സ് എ കോമ്പൗണ്ട് ഇവന്റ്.
എച്ച് അത് മാത്രമുള്ളെങ്കിൽ അത് സിമ്പിൾ ഇവന്റ് ആണ്. ഇനി നമുക്ക് സെറ്റിന്റെ ചാപ്റ്റേഴ്സിൽ നിന്ന് നോക്കാം. ഓക്കെ, കോംപ്ലിമെന്ററി ഇവന്റ് എന്താണ്? ഓക്കെ, അതായത് പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ഒന്ന് കിട്ടാനുള്ള ചാൻസ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് 10 മുത്തുകളുണ്ട്, ബ്ലാക്ക് ഇഷ്ടമുള്ള കളർ. അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യുമ്പോൾ ഇന്ന കളർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5/10 ആണ്. ഇപ്പോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് 1 മൈനസ് 5/10. അതുപോലത്തെ ഒരു ഓപ്പറേഷനാണ് പി ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ഇനി വരുന്നത് സെറ്റിൽ തന്നെ പഠിച്ചത്, ഇവിടെ പിക്ക് വരെ എൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ ഉള്ളത്. ഇവിടെ പ്രോബബിലിറ്റി ആയതുകൊണ്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നേരെ തിരിച്ച് പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, സോറി ഇവിടെ ഒരു തെറ്റുണ്ട്, യൂണിയൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഇത് രണ്ടും കോമൺ ആണ്, മൈനസും കോമൺ ആണ്. ഇവിടെ മാത്രം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക എന്നുള്ളത് നോക്കാം. ഇനി എ ആൻഡ് ബി എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ആണ്. അത് എയിലും ബിയിലും ഉള്ള സംഭവങ്ങളാണ് എ ആൻഡ് ബി, എ ഇന്റർസെക്ഷൻ ബി. ഇനി ഇത് ഓർ ആണ്, എ ഓർ ബി എന്ന് പറയുമ്പോഴേക്കും എ യൂണിയൻ ബി, എയിലും ഉണ്ട് അല്ലെങ്കിൽ ബിയിലുണ്ട്, ഓർ ഏതിലെങ്കിലും ഒന്നിൽ. നോട്ട് എ, അതായത് എയിലില്ല, സോ ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. നോട്ട് ബി, സോ ഇറ്റ്സ് ബി കോംപ്ലിമെന്റ്. അപ്പം അത്ര ആലോചിക്കുക, എ ബട്ട് നോട്ട് ബി. ഓക്കെ, അതായത് എയിലുണ്ട് ബിയിലില്ല, സോ എ മൈനസ് ബി അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് ആ ഇവന്റിന് പറയാം. ഇനിയുള്ള ടോപ്പിക്കാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. അതായത് ഞാൻ 2 ഇവന്റ് എടുത്തു, എയും ബിയും. ആ എയുടെയും ബിയുടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് നൾ സെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഓക്കെ, അതായത് ഒരു ഡൈസ് എറിഞ്ഞു, അപ്പോൾ അതിൽ ഓഡ് നമ്പേഴ്സ് 1, 3, 5, ഈവൻ നമ്പേഴ്സിന്റെ ഈവന്റ് 2, 4, 6. ഞാൻ 2ന്റെ ഇന്റർസെക്ഷൻ എടുത്തു, എനിക്ക് എന്ത് കിട്ടി? നൾ സെറ്റ് കിട്ടി. ഒന്നും കോമൺ ആയിട്ട് കിട്ടുന്നില്ല, സോ ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പോൾ അതേ 2 ഇവന്റ് തന്നെ എടുത്തു, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് 2, 4, 6. ഈ 2 സെറ്റിന്റെ യൂണിയൻ എടുത്തു, അതായത് E1 യൂണിയൻ E2 എടുക്കുമ്പോൾ എനിക്ക് ആ പഴയ സാമ്പിൾ സ്പേസ് തന്നെ, ഡൈസിന്റെ പഴയ സാമ്പിൾ സ്പേസ് തന്നെ കിട്ടുന്നില്ല. ഓക്കെ, അതായത് എനിക്ക് കിട്ടിയ എല്ലാ ഇവന്റിന്റെയും യൂണിയൻ ഞാൻ എടുത്തു, എല്ലാ ഇവന്റിനെയും ചേർത്ത് എഴുതിയപ്പോൾ എനിക്ക് ആദ്യത്തെ ഡൈസിന്റെ സാമ്പിൾ സ്പേസ് കിട്ടിയില്ലേ. സോ നമുക്ക് പറയാം ദേ ആർ മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റ്സ്. ഓക്കെ, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനിയുള്ളത് ആക്സിയോമാറ്റിക് അപ്രോച്ച്, കുറച്ച് ആക്സിയോംസ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യിക്കുന്നതാണ്. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0നും 1നും ഇടയ്ക്കാണ് റേഞ്ച് ചെയ്യുക. 0 എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല, ഇമ്പോസിബിൾ ഇവന്റ് ആണ്, ഇമ്പോസിബിൾ ആണ്, നടക്കത്തില്ല. 1 എന്ന് പറയുന്നത് ഷുവർ ഇവന്റ് ആണ്, ഉറപ്പായിട്ടും നടക്കുന്നുള്ള ഇവന്റ് ആണ്. അതായത് ഒരു പാത്രത്തിൽ 10 കറുത്തമുത്തുണ്ട്, അതിൽ നിന്നൊരു പച്ചമുത്ത് കിട്ടണം എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ഇവന്റ് ആണ്. അതായത് കറുത്ത മുത്താണെങ്കിൽ പച്ച കിട്ടില്ല, ഒരിക്കലും നടക്കില്ല. ഇനി ഒരു പാത്രത്തിൽ ഈ പറഞ്ഞ പോലെ 10 കറുത്തമുത്തുണ്ട്, അതിൽ നിന്ന് എടുക്കുന്ന ഒരെണ്ണം കറുത്തമുത്താണ്. ഓക്കെ, അത് എന്തായാലും നടക്കും, കാര്യം 10 കറുത്തതേ ഉള്ളൂ, അതിൽ നിന്ന് എന്തെടുത്താലും കറുത്തല്ലേ കിട്ടുള്ളൂ. സോ ഇറ്റ്സ് എ ഷുവർ ഇവന്റ്, ഉറപ്പായി നടക്കുന്ന ഷുവർ ഇവന്റ്, ഒരിക്കലും നടക്കാത്തത് ഇമ്പോസിബിൾ ഇവന്റ്. അത്ര ആലോചിക്കുക. പിന്നെ ഉള്ളത് ഷുവർ ഇവന്റിന്റെ പ്രോബബിലിറ്റി 1 ആണത് പറഞ്ഞു. പിന്നെ എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പാത്രത്തിൽ 3 റെഡ് ഉണ്ട്, 7 വൈറ്റ് ബീറ്റ്സ് ഉണ്ട്. റെഡ് കിട്ടാനുള്ള ചാൻസ് 3/10, റെഡ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് 7/10. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് കാണാൻ 1 മൈനസ് 3/10 ചെയ്താൽ മതി. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. പി ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ പ്രോബബിലിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയാം, പോസിബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. അതുപോലെ എൻ ഓഫ് ഇ, നമ്പർ ഓഫ് ഇവന്റ്സ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് സാമ്പിൾ സ്പേസ്. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഇവന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ആയിട്ടൊന്നും പഠിക്കേണ്ട, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ടോട്ടൽ ഡിവൈഡഡ് ബൈ അതിൽ എത്ര വരുന്നുണ്ടെന്ന് ന്യൂമറേറ്ററിൽ എഴുതുക. ഓക്കെ, ഇപ്പം ഇവിടുത്തെ കേസാണെങ്കിൽ 10 എണ്ണം ഉണ്ട്, അതിന് 3 എണ്ണം കിട്ടുന്നു. സോ 3/10 ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി. ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല, പക്ഷെ പേരിൻ്റെ ഒരു ഇക്വേഷൻ
ഒന്ന് പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് ഒരു ടോപ്പിക്കാണ്. പിന്നെ ഉള്ളത് ഡിമോർഗൻസ് ലോ. അത് സെറ്റിലുള്ളതാണ്, പക്ഷെ ഇവിടെ ആവശ്യം വരും. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ കോംപ്ലിമെന്റ് രണ്ടിനും വീതിച്ചു കൊടുക്കുക, ഈ സൈഡ് നേരെ റിവേഴ്സിലാക്കുക. അതിൽ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, കോംപ്ലിമെന്റ് രണ്ടിനും വീതിച്ചു കൊടുക്കുക, ആ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ യൂണിയൻ സൈഡ് നേരെ തിരിച്ചിട്ട് കൊടുക്കുക. അതാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. പിന്നെ NPRഉം NCRഉം ഞാൻ പറഞ്ഞു, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിന് ഈ ചാപ്റ്ററുമായിട്ട് റിലേഷൻ ഉണ്ട്. സോ NPRന്റെ NCRന്റെ ഫോർമുലാസ് പഠിച്ചു വെക്കുക. ഓക്കെ, അത് വെച്ചിട്ടും ചോദ്യങ്ങൾ വരാം. NPRന്റെ n ഫാക്ടറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടറിയൽ, NCRന്റെ ഫോർമുല n ഫാക്ടറിയൽ ബൈ ആർ ഫാക്ടറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടറിയൽ. അങ്ങനെയാണ് NPRഉം NCRഉം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.